ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ ജന്മ തിരുനാളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് ധ്യാന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവളോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നു ചെയ്യുന്നു. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 1, 2, 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. നമുക്ക് ഓരോരുത്തർക്കും ഏറെ സുപരിചിതമായ ഒരു വചനഭാഗമാണല്ലോ ഇത്. ഈ വചനഭാഗത്ത് എന്നെ ഏറെ സ്വാധീനിച്ചത് 4-5 വാക്യങ്ങളാണ്. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അത് തമ്പുരാന്റെ സന്നിധിയിൽ എത്തിക്കുവാനും തമ്പുരാനിൽ നിന്നും നമ്മുടെ കുറവുകൾക്ക് പരിഹാരം കണ്ടെത്തുവാനും പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു. നമുക്കറിയാമല്ലോ, കുറവുള്ളവർക്കാണ് നിറവിന്റെ മഹത്വം മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മുടെ കുറവുകൾ പരിഹരിക്കുവാനും കുറവുകളെ നിറവുകളാക്കുവാനും നിറവുകളെ ഉന്നതിയിലെത്തിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു. നമുക്കറിയാമല്ലോ, കാനായിൽ സംഭവിച്ചതും ഇതുപോലെ ഒരു അത്ഭുതമാണ്. അവിടെ അവരുടെ കുറവുകൾ പരിശുദ്ധ അമ്മ കാണുകയും അത് നികത്തുവാൻ തൻ്റെ പുത്രനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകളിലും പ്രയാസങ്ങളിലുമൊക്കെ നമുക്ക് ഉത്തരമരുളാൻ നമ്മെ സഹായിക്കുന്ന ഒരുവളാണ് പരിശുദ്ധ അമ്മ. ഈ നോമ്പ് കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നമ്മെ ക്ഷണിക്കുകയാണ്. മകനെ, മകളെ, നീ ഏകയല്ല. നിന്നോടൊപ്പം സഹതപിക്കുവാൻ, നിന്റെ വേദനകളിൽ പങ്കുചേരുവാൻ ഒരു അമ്മ നിനക്കുണ്ട്. കുറവുകൾ പുത്രൻ സന്നിധിയിലെത്തിക്കുവാനും ആ കുറവിനെ നികത്തുവാനും അമ്മയ്ക്ക് നിന്നെ സഹായിക്കുവാൻ സാധിക്കും. ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമായി തീരട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.